ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ചിക്കൻ്റെ ഒരു വെറൈറ്റി ആയാലോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫാൻസി റെഡ് ചിക്കൻ. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. റെഡ് ചില്ലി, ഗാർലിക്, ജിഞ്ചർ, മിൻറ്റ് ലീവ്സ്, കൊറിയാണ്ടർ ലീവ്സ്, കർഡ്, ലെമൺ ജ്യൂസ്, ഗരം മസാല, ടർമറിക് പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ആൻഡ് സോൾട്ട്. ഇനി നമുക്ക് ചിക്കൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ചിക്കനെ ഇങ്ങനെ വരയിട്ട് കൊടുക്കാം. ഇനി അല്പം വറ്റൽമുളക് വെള്ളത്തിൽ കുതിർത്തിയെടുക്കാം. കുതിർത്തിയെടുത്ത വറ്റൽമുളകും പുതിനയിലയും മല്ലിയിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അല്പം കൂടുതൽ എടുക്കണം. ഇനി അതിലേക്ക് 2 സ്പൂൺ കർഡ് ഒഴിക്കാം. ഇനി അല്പം ഗരം മസാല, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. മസാലയൊക്കെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വരയിട്ട ചിക്കനിലേക്ക് നമുക്ക് നല്ലോണം പുരട്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തും നല്ലോണം കവറാവുന്ന പോലെ നല്ലോണം മസാല പുരട്ടി കൊടുക്കണം. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അധികം വറ്റൽമുളക് ചേർക്കാം. ഇങ്ങനെ എല്ലാ വശത്തും ആവുന്നത് പോലെ ഒന്ന് ചിക്കനിൽ പുരട്ടി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ എല്ലാ പീസിലും നമ്മൾ മസാലയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പാം ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ചിക്കൻ എല്ലാം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മളിതൊരു എണ്ണയിൽ മുക്കി പൊരിക്കുന്ന ഒരു ചിക്കൻ അല്ല. ഇപ്പോൾ എല്ലാ ചിക്കനും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ എല്ലാം നല്ലോണം ഒന്ന് ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിടാം. ഓരോരോ ചിക്കനായി നമുക്ക് ഇതുപോലെ മറിച്ച് കൊടുക്കാം. ഞാനിങ്ങനെ ഒരു 4 പീസ് വരുന്ന രീതിയിലാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ നമ്മൾ നല്ലോണം തിരിച്ചും കുക്ക് ചെയ്തെടുത്തു. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റ് വെച്ച് അതിൽ കനൽ വെച്ച് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. നമ്മുടെ ഫാൻസി റെഡ് ചിക്കൻ ഇവിടെ റെഡിയായി. വളരെ സിമ്പിളല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.